പിന്നെ ഈ താരങ്ങളെ പേടിച്ച് ഞങ്ങൾ മിണ്ടായിരിക്കണം, അതൊക്കെ അങ്ങ് വേറെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇവരാരെയൊന്നും പേടിയൊന്നുമില്ല. പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്നാൽ കൂരായണം. നാണമുണ്ടോ, നന്ദിയുണ്ടോ, ഒരു മനുഷ്യത്വം വേണ്ട ഇവർക്കൊക്കെ സംസാരിക്കുമ്പോൾ? മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയണ്ടേ, അവർ ജൂൺ 1 തൊട്ടിട്ട് സമരത്തിലോട്ട് പോവാണ്. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഈ താരങ്ങളെ വച്ചുകൊണ്ട് സിനിമകൾ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടില്ല കുറേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അവർ തന്നെയാണ് പറയുന്നത് താരങ്ങൾക്ക് വില കുറക്കണം. അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഇവർക്ക് എന്തുകൊണ്ട്, ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ. ഇവരെന്താ അതിനെ മുതിരാത്തത്? കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരെന്താ? രേവതി കലാമന്ദിർ. അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേര് അദ്ദേഹം വയ്ക്കുന്നത് എന്താ? മേനക സുരേഷ് കുമാർ. ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല. നമ്മളാരും മേനക ചേച്ചി അമ്മയുടെ മെമ്പറാണ്, നമ്മളതുകൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല. പക്ഷേ ഒരു തലക്കകത്ത് ഇത് പറയുന്ന സമയത്തൊന്ന് ആലോചിക്കണ്ടേ? എൻ്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ പേര് വെക്കുന്നത് മേനക സുരേഷ് കുമാർ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്? ഇനി അദ്ദേഹത്തിൻ്റെ മകള് ആക്ട്രസ് അല്ലേ, കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ. ഇന്ന് വരെ 1 രൂപ കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ? നിങ്ങളൊക്കെ അടിയന്മാര്, ഞങ്ങൾ മുതലാളിമാർ. ആ മുതലാളിത്ത വ്യവസ്ഥയുടെ കാഴ്ചപ്പാടാണ് നിർമ്മാതാക്കൾ കാണിക്കുന്നത്. അവർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, അവരുടെ പടങ്ങൾ മാത്രമേ തിയേറ്ററിൽ ഉണ്ടാവുള്ളൂ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾക്ക് മാത്രമേ ജനങ്ങൾ കയറി കാണാവുള്ളൂ. അത് അഹങ്കാരമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അതിമോഹമാണ് അതിമോഹം. ഈ അടുത്ത സമയത്ത് തന്നെ നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നമുക്കറിയാം. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പം 50 ആർട്ടിസ്റ്റുകളെ വേണ്ട സമയത്ത് പ്രൊഡ്യൂസർ വന്ന് ഡയറക്ടറുമായിട്ട് വഴക്കിട്ടിട്ട് അവിടെ തർക്കമുണ്ടായി, എണ്ണം കുറപ്പിച്ച് ആ സിനിമ ഒരു അവിയൽ പരുവത്തിലാക്കി കളഞ്ഞു. ചേട്ടാ, അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. തികച്ചും അത് താരങ്ങൾക്കെതിരെയും താരസംഘടനക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു ആരോപണം മാത്രമാണ്. ഇത് സത്യവിരുദ്ധമായ കാര്യമാണ്. പാല് കൊടുത്ത് വളർത്തിയ കൈക്ക് എന്നെ കൊത്തി. ജസ്റ്റ് ഫോർ എ രസം.